മതിയടോ മതി, നിർത്ത്. എത്ര കാലായി ഇത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ച് ഭയന്ന് ബീരുക്കളെ പോലെ എത്ര കാലം നിങ്ങൾ നിൽക്കും? ഞാൻ ചോദിച്ചു നോക്കട്ടെ. മറ്റുള്ളവൻ എന്താണ് എക്സാമിന് എഴുതുന്നത് അത് നോക്കുന്നു, ഓൻ്റെ കോപ്പി അടിക്കാൻ നോക്കുന്നു, ടീച്ചർ ഒന്ന് അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് ഇങ്ങോട്ട് നോക്കി എഴുതുന്നു. ഇങ്ങനെ മറ്റുള്ളവർ ഔദാര്യത്തിൽ എത്ര കാലം നിങ്ങൾ ജീവിക്കും? എന്നിട്ട് ലാസ്റ്റ് എക്സാമിന്റെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ ടീച്ചറെ മുന്നിൽ മാർക്ക് കുറഞ്ഞ് തല താഴ്ത്തി അവിടുന്ന് ചീത്ത കേട്ട്, ഫ്രണ്ട്സിന്റെ മുന്നിൽ നിന്ന് ചീത്ത കേട്ട്, നാണം കെട്ട്, വീട്ടിൽ നിന്ന് നാണം കെട്ട് എത്ര കാലം നിങ്ങൾ ജീവിക്കും? എനിക്ക് അറിയണം. ഒന്ന് പറഞ്ഞു തരൂ, നിങ്ങൾ എത്ര കാലം നിങ്ങൾ ജീവിക്കും? എത്ര കാലം ഇങ്ങനെ മാത്സിനെയും എല്ലാ സബ്ജക്റ്റിനെയും പേടിച്ച് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് മാത്സിനോടുള്ള പേടി മാറ്റിത്തരാൻ ഞാൻ തയ്യാറാണ്. ആ പേടി മാറ്റണം എന്ന് നിങ്ങൾക്കൊരു ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാം മാത്സിനോടുള്ള പേടി. ഇനി ആരെ മുന്നിലും തല താഴ്ത്താണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ റെഡിയാണോ? അത്ര മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. പേടി ഞാൻ മാറ്റിത്തരും. ആ ഒരു സംഭവത്തിലേക്ക് കൂടുതലായി കിടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഇങ്ങനെ ഒരു മിസ്ലീഡിങ് തമ്പിട്ടതിന് ഞാൻ ആദ്യം തന്നെ സോറി പറയുകയാണ്. പക്ഷെ എനിക്കറിയണം, ഈ ഒരു തമ്പ് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് സന്തോഷമാണോ ഫീൽ ചെയ്തത്, സങ്കടമാണോ ഫീൽ ചെയ്തത്? നിങ്ങൾ കമന്റ് ചെയ്യണം. ചിലപ്പം ചില കുട്ടികൾ ഉണ്ടാവും, സർ എനിക്ക് എന്താണ് നാളെ ട്യൂഷന് പോയിട്ട് അവിടെ ഒരുപാട് റിവിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ നല്ലോണം പഠിക്കണം എന്ന് വിചാരിച്ചത് അവിടെ പോയിട്ട് അത് മിസ്സാവുമെന്ന് വിചാരിച്ച് എനിക്ക് സങ്കടമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ടാവും. എന്നാൽ മെജോറിറ്റി ഓഫ് കുട്ടികൾ ഉണ്ടാവും, നാളെ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സന്തോഷമായി, കാരണം എനിക്ക് വീട്ടിലിരുന്ന് നല്ല പോണെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നല്ല പോണെ ജൂപോർട്ടിന്റെ ക്ലാസ് കണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നായിരുന്നോ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നത്? ആ ഒരു സന്തോഷമാണോ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നത് എന്ന് നിങ്ങൾ പറയണം. ആ ഒരു സന്തോഷമാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നതെങ്കിൽ നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നാളെ രാവിലെ കൃത്യം 8 മണിക്ക് ചരിത്രത്തിൽ ആദ്യമായി 9ാം ക്ലാസ്സിലെ, കേരളത്തിലുള്ള മുഴുവൻ 9ാം ക്ലാസ്സിലെ കുട്ടികളെയും ഒരു സ്ഥലത്തേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മെഗാ മാരത്തോൺ നടത്തുകയാണ് രാവിലെ 8 മണിക്ക്. മാത്സിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന സകല സാധനങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും, വേർഡ് ബൈ വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തരി പോലും ഡൗട്ട് ഇല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് അത് സെറ്റാക്കി തരും. നിങ്ങൾ റെഡി ആണെങ്കിൽ. എനിക്കറിയാം എത്ര വലിയ റിസ്ക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം എന്താണ്? കാരണം ഈ കേരളത്തിലുള്ള കുട്ടികളുടെ ഒക്കെ ട്യൂഷൻ നാളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നത്. എത്ര വലിയ റിസ്ക് ആണത്? നല്ല റിസ്ക് ആണ്. കാരണം നാളത്തെ ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജന്മത്ത് പിന്നെ നിങ്ങൾ ജൂപോർട്ടിൽ വരാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാനത് ആ റിസ്ക് എടുക്കാൻ തന്നെ ഞാൻ തയ്യാറാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ സംസാരിക്കണം. സാർ എന്നല്ല, ഉമ്മ അല്ലെങ്കിൽ അച്ഛ, അമ്മ, എനിക്ക് നാളെ ട്യൂഷന് പോകണ്ട, പകരം ഞാൻ ഇവിടെ ഇരുന്ന് എജുപോർട്ട് കണ്ട് പഠിക്കും, അഷൽ സാറിന്റെ ക്ലാസ് കണ്ട് ഞാൻ പഠിക്കും, ഞാൻ മാർക്ക് വാങ്ങും, ആ മാർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് കോൺഫിഡൻസോടെ നിങ്ങളുടെ വീട്ടുകാരോട് പറ. അവര് സമ്മതിക്കുകയാണെങ്കിൽ നാളെ ലീവ് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ വാ, നമ്മൾ പഠിക്കും. ഇനി ഒരൊറ്റ ആളെ മുന്നിൽ പോലും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ തല താഴ്ത്തണ്ട. മാത്സിൽ നിങ്ങൾക്ക് നല്ല സ്കോർ നേടണം എന്നുള്ളതാണ് നിങ്ങളുടെ ആശ. നിങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ആ ലക്ഷ്യം ഇനി എന്റേത് കൂടെയാണ്. രാവിലെ കൃത്യം 8 മണിക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഇത് അടിച്ച് പൊളിയാക്കും. ഈ ഒരു വീഡിയോന്റെ തൊട്ടു താഴെ നാളത്തെ ലൈവിന്റെ ലിങ്ക് ഉണ്ട്. എല്ലാവരും ഈ ഒരു നിമിഷം തന്നെ കേറിയിട്ട് ലൈക്ക് ചെയ്യുന്നു, നോട്ടിഫൈ മീ ചെയ്യുന്നു, ആൻഡ് മാത്സിന് പേടിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നു. അവരോട് നിങ്ങൾ പറയണം, ഇനി നമ്മൾ ഭീരുക്കളല്ല, നമ്മൾ പഠിക്കാൻ പോകുന്നു മാത്സ്, നമ്മൾ എഴുതാൻ പോകുന്നു എക്സാം. നിങ്ങൾക്കറിയോ, ഒരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇനി ഏത് വിഷയത്തിന്റെ ആണെങ്കിലും ശരി, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട്, എസ്പെഷ്യലി അത് മാത്സ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഇതും എനിക്കറിയാം പറഞ്ഞ് എല്ലാം എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മക്കളെ. അത് അനുഭവിച്ചറിയേണ്ടതാണ്. അത് വരാൻ പോകുന്ന മാത്സ് എക്സാമിന് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അനുഭവിച്ച് അറിയും. ഇതെന്റെ വാക്കാണ്, ഉറപ്പാണ്, ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. നിങ്ങൾക്ക് മാത്സിൽ എത്ര മാർക്കാണ് കിട്ടണമെന്ന് ആഗ്രഹം, നിങ്ങളുടെ മാത്സിലെ ഡ്രീം സ്കോർ ഒന്ന് എല്ലാവരും താഴെ തന്നെ കമന്റ് ചെയ്യുക. ആൻഡ് മാത്സിനെ പേടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നോ ഡൗട്ട് ദിസ് ചാനൽ ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. ഉറപ്പുള്ള കാര്യമാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ നാളെ രാവിലെ കൃത്യം 8 മണിക്ക് മാറ്റത്തിന് ഒരുങ്ങിക്കോളൂ, മാറാൻ റെഡി ആയിക്കോളൂ, ചരിത്രം സൃഷ്ടിക്കാൻ റെഡി ആയിക്കോളൂ. See you there.